ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് ഇന്ത്യയെ ശ്വാസം മുട്ടിക്കാൻ നോക്കുന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ 50% എന്ന അതിഭീകരമായ നികുതി ചുമത്തുന്നു. അതിൽ പകുതിയും, അതായത് 25%, ഭാരതം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയതിനുള്ള പിഴയാണത്രേ. അപ്പോൾ ഒരു വശത്ത് ട്രംപിന്റെ കടുത്ത ഭീഷണി, മറുവശത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ തക്കം പാർത്തിരിക്കുന്ന പാശ്ചാത്യ ശക്തികൾ. ഏതൊരു രാജ്യവും ഭയന്നു വിറച്ച് പിന്മാറുന്ന സാഹചര്യമാണ് സത്യത്തിൽ. പക്ഷേ അവിടെയാണ് കളി മാറിയത്. ട്രംപിന്റെ ഈ സാമ്പത്തിക യുദ്ധ പ്രഖ്യാപനത്തിന് ഭാരതം നൽകിയ മറുപടി എന്തായിരുന്നു? ഫിൻലൻഡിന്റെ മണ്ണിൽ വെച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ക്യാമറ കണ്ണുകളെ സാക്ഷി നിർത്തി നട്ടെല്ലും നിവർത്തിക്കൊണ്ട് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പും കാപട്യവും വള്ളി പുള്ളി വിടാതെ നമ്മുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പൊളിച്ചടുക്കിയപ്പോൾ നമ്മുടെ അമേരിക്ക സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ നിശബ്ദമായിപ്പോയി. അമേരിക്ക ലോകത്തോട് മുഴുവൻ മറച്ചുവെക്കാൻ ആഗ്രഹിച്ച 2022 ആ കറുത്ത രഹസ്യം ജയശങ്കർ പരസ്യമായി വിളിച്ചു പറഞ്ഞു. എന്തായിരുന്നു അടച്ചിട്ട മുറിക്കുള്ളിൽ വെച്ചും അമേരിക്ക ഇന്ത്യയോട് ഇരന്ന് ചോദിച്ച ആ കാര്യം? സൂപ്പർ പവറായ US-നെ ഭാരതം എങ്ങനെയാണ് ലോകത്തിന് മുന്നിൽ നാണം കെടുത്തിയത്? ശ്വാസമടക്കി പിടിച്ചു കാണുക. രാജ്യാന്തര രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയ ആ നയതന്ത്ര യുദ്ധത്തിന്റെ വിജയകഥ. നമുക്ക് കഥയുടെ തുടക്കത്തിലേക്ക് പോകാം. വർഷം 2022. ഉക്രൈന് മേൽ റഷ്യ കടുത്ത ആക്രമണം അഴിച്ചുവിടുന്നു. ലോകം മുഴുവൻ ഒരു 3ാം ലോക മഹായുദ്ധത്തിന്റെ ഭീതിയിലായിരുന്നു. ആ സമയത്ത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്ന് റഷ്യയെ സാമ്പത്തികമായി തകർക്കാൻ വേണ്ടി ക്രൂരമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. റഷ്യയുടെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ മരവിപ്പിച്ചു. അവരുടെ എണ്ണ വിപണിക്ക് വിലക്ക് ഏർപ്പെടുത്തി. ലോകത്തോട് മുഴുവൻ അവർ കൽപ്പിച്ചു, ആരും റഷ്യയിൽ നിന്നും ഒരു തുള്ളി എണ്ണ പോലും വാങ്ങാൻ പാടില്ല. എന്നാൽ ഇതേ അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയായിരുന്നു റഷ്യൻ എണ്ണ പെട്ടെന്ന് വിപണിയിൽ നിന്നും അപ്രത്യക്ഷമാകാൻ ആയിക്കഴിഞ്ഞാൽ ലോകത്തുണ്ടാകാൻ പോകുന്ന ദുരന്തം എന്താണെന്ന്. റഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദകരിലൊന്ന്. അവരുടെ എണ്ണ വരുന്നത് നിന്ന് കഴിഞ്ഞാൽ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില ബാരലിന് $150 മുതൽ $200 വരെ കുതിച്ചുയരും. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ അമേരിക്കയിലും യൂറോപ്പിലും പെട്രോളിൻ്റെ വില ഇരട്ടിയാകും. കടുത്ത വിലക്കയറ്റവും പണപ്പെരുപ്പവും ഉണ്ടാകും. ജനങ്ങൾ തെരുവിലേക്കിറങ്ങും. അവിടുത്തെ ഭരണകൂടങ്ങൾ വീഴും. തങ്ങളുടെ സ്വന്തം പോക്കറ്റ് ചോരാതിരിക്കാനും സ്വന്തം രാജ്യത്തെ സാമ്പത്തിക തകർച്ചയിൽ നിന്നും സംരക്ഷിക്കാനും അന്ന് അമേരിക്കൻ ഭരണകൂടം പിന്നിലിരുന്നു കൊണ്ട് കളി തുടങ്ങി. അവർ രഹസ്യമായി ഇന്ത്യയുമായി ബന്ധപ്പെട്ടു. അന്നത്തെ അടച്ചിട്ട മുറികളിലെ ചർച്ചകളിൽ അമേരിക്ക ഭാരതത്തോട് ഒരു കാര്യം പ്രത്യേകം ആവശ്യപ്പെട്ടു. ആഗോള എണ്ണ വിപണി തകരാതിരിക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനും ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരണം. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഇന്ന് റഷ്യൻ എണ്ണ വാങ്ങിയതിൻ്റെ പേരിൽ ഇന്ത്യക്ക് മേൽ കുതിര കയറാൻ നോക്കുന്ന, ഇന്ത്യക്കെതിരെ ഉപരോധം ഭീഷണി മുഴക്കുന്ന ഇതേ അമേരിക്ക തന്നെയാണ് അന്ന് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി റഷ്യൻ എണ്ണ വാങ്ങാൻ വേണ്ടി ഇന്ത്യയോട് കെഞ്ചി പറഞ്ഞത്. അബദ്ധവശാൽ പറഞ്ഞു പോയല്ലോ, അയ്യോ ഇനി മാറ്റി പറയാനും പറ്റില്ല. അതേസമയം യൂറോപ്യൻ രാജ്യങ്ങൾ എന്താ ചെയ്തത്? റഷ്യയെ കുറ്റപ്പെടുത്തുകയും മനുഷ്യത്വത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും ചെയ്ത ഇതേ യൂറോപ്യൻ ശക്തികൾ തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മിഡിൽ ഈസ്റ്റിലെ, അതായത് ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ വിപണി മുഴുവൻ വൻ വില കൊടുത്ത് വാങ്ങി സംഭരിക്കാൻ തുടങ്ങി. യൂറോപ്പ് തങ്ങളുടെ പണക്കൊഴുപ്പ് ഉപയോഗിച്ച് ഗൾഫിന്റെ എണ്ണ കൈയടക്കിയതോടെ വിപണിയിൽ കടുത്ത ക്ഷാമം അനുഭവപ്പെട്ടു. ഇന്ത്യയെ പോലെയുള്ള ഒരു വികസ്വര രാജ്യത്തിന് മുന്നിൽ വലിയൊരു പ്രതിസന്ധിയാണ് അന്നുണ്ടായത്. നമ്മുടെ 140 കോടി ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കേണ്ടതായിരുന്നു. ഇന്ത്യയിലെ സാധാരണക്കാരന് താങ്ങാനാവുന്ന വിലയിൽ പെട്രോളും ഡീസലും നൽകേണ്ടതുമായിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ വിപണി മുഴുവൻ കൈയടക്കി വെച്ചപ്പോൾ ഇന്ത്യക്ക് മുന്നിൽ റഷ്യൻ എണ്ണ വാങ്ങുകയല്ലാതെ മറ്റൊരു വഴിയുമില്ലായിരുന്നു. ഇന്ത്യ അന്ന് റഷ്യയിൽ നിന്നും വൻതോതിൽ എണ്ണ വാങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ ഇന്ത്യയുടെ ഈ നയതന്ത്രപരമായ തീരുമാനം കൊണ്ട് മാത്രമാണ് അന്ന് ആഗോള വിപണിയിൽ വലിയൊരു വിലക്കയറ്റം ഉണ്ടാകാതിരുന്നത്. ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങിയതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ മറ്റ് രാജ്യങ്ങൾക്ക് ലഭ്യമായി.
ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയും യൂറോപ്പും പോലും വലിയ സാമ്പത്തിക തകർച്ചയിൽ നിന്നും രക്ഷപ്പെട്ടത് ഇന്ത്യ അന്നെടുത്ത ആ ധീരമായ നിലപാട് കൊണ്ട് മാത്രമായിരുന്നു. പക്ഷേ നന്ദികേടിന്റെ ചരിത്രമുള്ള പാശ്ചാത്യ ലോകം അത് പെട്ടെന്നങ്ങ് മറന്നു കളഞ്ഞു. കാലം മാറി, അമേരിക്കയിൽ ഭരണം മാറി, ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തി. ട്രംപിന്റെ കടുത്ത അമേരിക്ക ഫസ്റ്റ് നയങ്ങളുടെ ഭാഗമായി അദ്ദേഹം മറ്റ് രാജ്യങ്ങൾക്ക് മേൽ കടുത്ത സാമ്പത്തിക സമ്മർദ്ദമൊക്കെ ചെലുത്താൻ തുടങ്ങി. അതിന്റെ ഏറ്റവും വലിയ ഇരയായി അവർ തിരഞ്ഞെടുത്തത് ഇന്ത്യയായിരുന്നു. ഇന്ത്യയെ നോക്കുമ്പോൾ ഇന്ത്യ നന്നായി വളരുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട്. സഹിക്കുമോ? ഇല്ല. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഒറ്റയടിക്ക് 50% താരിഫ് അഥവാ കസ്റ്റംസ് ഡ്യൂട്ടി ട്രംപ് പ്രഖ്യാപിച്ചു. ഈ 50%-ൽ 25% റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങിയതിനുള്ള പിഴയാണെന്ന വിചിത്രമായ വാദമാണ് അമേരിക്ക ഉയർത്തിയത്. ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥയോട് നട്ടലൊടിക്കാനും അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ ഒറ്റപ്പെടുത്താനുമുള്ള കൃത്യമായ സമ്മർദ്ദ തന്ത്രമായിരുന്നു ട്രംപിൻ്റേത്. ഭാരതവും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ വലിയൊരു വിള്ളൽ വീഴ്ത്താൻ വേണ്ടി ഈ തീരുമാനം കാരണമായി. പക്ഷേ ട്രംപ് ഒരു കാര്യം മറന്നുപോയി. ഇത് 1990-കളിലെ ഭാരതമല്ല. ഭീഷണിപ്പെടുത്തി ഉടനെ ഒപ്പിട്ട് തരുന്ന പഴയ ഭരണാധികാരികളല്ല ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. ഭാരതത്തിൻ്റെ പരമാധികാരത്തിന് നേരെ ആര് വിരൽ ചൂണ്ടിയാലും അതിന് അന്താരാഷ്ട്ര വേദികളിൽ വെച്ച് തന്നെ കൃത്യമായ ചുട്ട മറുപടി കൊടുക്കുന്ന പുതിയ ഇന്ത്യയാണിത്. ആ മറുപടി കൊടുക്കാനുള്ള ചുമതല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏൽപ്പിച്ചത് മറ്റാരെയോ അല്ല, ലോകം കണ്ട ഏറ്റവും മികച്ച നയതന്ത്രജ്ഞനായ ഡോക്ടർ എസ് ജയശങ്കറിനെയായിരുന്നു. ഫിൻലൻഡ് സന്ദർശനത്തിനിടെ ഒരു ഔദ്യോഗിക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. പാശ്ചാത്യ മാധ്യമ പ്രവർത്തകർ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതിയെക്കുറിച്ചും ട്രംപിന്റെ ഉപരോധങ്ങളെക്കുറിച്ചുമൊക്കെ ചോദ്യങ്ങൾ ഉന്നയിച്ച് ഇന്ത്യയെ പ്രതിക്കൂട്ടിലാക്കാൻ ആവോളം ശ്രമിച്ചു. അപ്പോഴാണ് ജയശങ്കർ തന്റെ വിശ്വരൂപം പുറത്തെടുത്തത്. വളരെ ശാന്തനായി, എന്നാൽ വാക്കുകളിൽ കനൽ നിറച്ചുകൊണ്ട് അദ്ദേഹം അമേരിക്കയുടെയും പാശ്ചാത്യ ലോകത്തിൻ്റെയും കാപട്യം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടി. ജയശങ്കർ പറഞ്ഞു, ഞങ്ങൾ എണ്ണ വാങ്ങുന്നത് രാഷ്ട്രീയ താല്പര്യങ്ങൾ നോക്കിയിട്ടല്ല, മറിച്ച് അതിൻ്റെ വിലക്കുറവും വിപണിയിലെ എളുപ്പത്തിലുള്ള ലഭ്യതയും നോക്കിയാണ്. നമ്മുടെ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഒരു പരമാധികാര സർക്കാരിൻ്റെ കടമയാണ്. 2022-ൽ ആഗോള എണ്ണ വിപണിയെ സ്ഥിരപ്പെടുത്തുന്നതിനായി റഷ്യൻ എണ്ണ വാങ്ങാൻ അമേരിക്ക ഇന്ത്യയോട് പ്രത്യേകമായി ആവശ്യപ്പെടുകയായിരുന്നു എന്നത് ലോകം മറക്കരുത്. അവിടെയും തീർന്നില്ല. ജയശങ്കർ അമേരിക്കയുടെ ഏറ്റവും പുതിയ തന്ത്രത്തെയും പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഇറാനുമായി യുദ്ധം ആരംഭിച്ചതിന് ശേഷം തങ്ങൾക്ക് എണ്ണയുടെ ദൗർലഭ്യം വന്നപ്പോൾ അമേരിക്ക റഷ്യൻ എണ്ണയ്ക്ക് മേലുള്ള ഉപരോധങ്ങളൊക്കെ നിശബ്ദമായി നീക്കിയിരുന്നു. ഈ വസ്തുത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജയശങ്കർ കടുത്ത ഭാഷയിൽ പ്രഹരിച്ചു. തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം ഉപരോധം കൊണ്ടുവരികയും മാറ്റുകയും ചെയ്യുന്ന അമേരിക്കൻ ശൈലിയെ ഇനി ഭാരതം വകവെച്ച് തരില്ല. ഇവിടെ എന്തെങ്കിലും മഹത്തായ തത്വങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് താൻ കരുതുന്നുമില്ല. പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങളുടെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം അന്താരാഷ്ട്ര നിയമങ്ങളെ വളച്ചൊടിക്കുകയാണ് എന്നത് ഈ ഒരൊറ്റ പ്രസ്താവനയിലൂടെ അമേരിക്കയുടെ ഉപരോധ നാടകം ലോകത്തിന് മുന്നിൽ പാടെ തകർന്നു വീണു. ട്രംപ് ഭീഷണിയിലൂടെ ഭാരതത്തെ കീഴ്പ്പെടുത്താമെന്ന് കരുതിയെങ്കിൽ ആ ഭീഷണിയെ അതിൻ്റെ ഇരട്ടി ശക്തിയോടെ തന്നെ അമേരിക്കയിലേക്ക് തന്നെ തിരിച്ചയക്കാൻ ജയശങ്കറിന് ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ പിന്നിലെ കൃത്യമായ കണക്കുകൾ കൂടി ഒന്ന് പരിശോധിക്കാം. എന്തുകൊണ്ടാണ് ഇന്ത്യ എടുത്ത നിലപാട് 100% ശരിയാകുന്നത് എന്ന്. ഒന്നാമത് സാമ്പത്തിക ലാഭം. റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ വാങ്ങിയത് വഴി ഇന്ത്യക്ക് 10,000 കണക്കിന് കോടി രൂപയാണ് ലാഭിക്കാൻ സാധിച്ചത്. ഈ തുക രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ജനക്ഷേമ പദ്ധതികൾക്കുമാണ് വിനിയോഗിക്കപ്പെട്ടത്. 2. ഇന്ധനവില നിയന്ത്രണം. ലോകം മുഴുവൻ പെട്രോൾ വില ഇരട്ടിയായപ്പോഴും ഇന്ത്യയിൽ വിലക്കയറ്റം ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ സാധിച്ചത് റഷ്യൻ എണ്ണയുടെ ലഭ്യത ഒന്നുകൊണ്ട് മാത്രമാണ്. 3. നയതന്ത്ര സ്വാതന്ത്ര്യം. അതായത് അമേരിക്കയുടെയോ മറ്റ് വൻ ശക്തികളുടെയോ സമ്മർദ്ദത്തിന് വഴങ്ങി ഭാരതം തങ്ങളുടെ വിദേശ നയം മാറ്റില്ല എന്ന ഒരു വലിയ സന്ദേശമാണ് ഇതിലൂടെ ലോകത്തിന് ലഭിച്ചത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ചിന്താഗതി ഇപ്പോഴും പഴയ കൊളോണിയൽ കാലഘട്ടത്തിലാണ്. യൂറോപ്പിൻ്റെ പ്രശ്നങ്ങൾ ലോകത്തിൻ്റെ പ്രശ്നങ്ങളാണ്, എന്നാൽ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ യൂറോപ്പിൻ്റെ പ്രശ്നങ്ങളുമല്ല എന്ന അവരുടെ തത്വശാസ്ത്രം പുതിയ ഭാരതത്തിന് മുന്നിൽ വിലപ്പോവില്ല. അമേരിക്ക തങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ റഷ്യൻ എണ്ണ വാങ്ങാൻ ഇന്ത്യയോട് ആവശ്യപ്പെടുന്നു. തങ്ങളുടെ ആവശ്യം കഴിയുമ്പോൾ പിഴ ചുമത്തുന്നു. ഇറാനുമായി പ്രശ്നം വരുമ്പോൾ വീണ്ടും ഉപരോധം മാറുന്നു. ഈ കളി ഇനി ഇന്ത്യയോട് നടക്കില്ല. ഡൊണാൾഡ് ട്രംപിൻ്റെ സാമ്പത്തിക ഉപരോധ ഭീഷണികൾക്ക് മുന്നിൽ ഭാരതം
പതറില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ഈ നടപടി ഓരോ ഇന്ത്യക്കാരനും അഭിമാനം നൽകുന്ന ഒന്ന് തന്നെയാണ്. ഇന്ത്യയുടെ വിദേശ നയം രൂപീകരിക്കുന്നത് ഒരിക്കലും അമേരിക്കയോ ലണ്ടനിലോ ഇരിക്കുന്നവരല്ല, മറിച്ച് അത് തീരുമാനിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യക്ക് മാത്രമാണ് അതിനുള്ള അവകാശമുള്ളത്. ഭാരതത്തിലെ 140 കോടി ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അമേരിക്കയുടെ കണ്ണുരുട്ടലുകൾക്ക് മുന്നിൽ ഭയപ്പെടാതെ, അവരുടെ ഇരട്ടത്താപ്പ് ലോകത്തിന് മുന്നിൽ വള്ളി പുള്ളി വിടാതെ തുറന്നു കാട്ടിയ ഭാരതത്തിന്റെ ഈ മാസ് നയതന്ത്ര നീക്കത്തെക്കുറിച്ച് അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റിൽ കുറിക്കൂ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.